സ്വാഗതം. ഇപ്പൊ ഇവിടെ സമയം 6:30 ആയിട്ടുണ്ട് രാവിലെ. ഞങ്ങളിപ്പോ പോകുന്നത് ഇന്ത്യാനയിലേക്കാണ്. ഇന്ത്യാന എന്ന് പറയുന്നത് മിഷിഗൻ അടുത്തുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അപ്പം ഇന്ത്യാനയില് ഇന്ത്യാന ഡ്യൂൺസ് നാഷണൽ പാർക്കിലാണ് ഞങ്ങളിപ്പോ ആദ്യം പോകുന്നത്. ഇവിടുന്ന് ഏതാണ്ട് 3.5 മണിക്കൂറുണ്ട് ട്രാവല്. അപ്പൊ നമുക്ക് പോകുന്ന വഴിക്ക് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോളം ഇപ്പോൾ യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടിം ഹോട്ടലിൽ കയറിയായിരുന്നു. അതുകൊണ്ട് കുറച്ചും കൂടെ ഒരു സമയം എടുക്കും ചെല്ലാനായിട്ട്. ഇനിയിപ്പോൾ ഒരു 80 മൈലും കൂടി ഇനി നമ്മൾ പോകാനുണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂറും കൂടി ഇനി എടുക്കും. അവിടെ കുറേ മാനുകളെ അങ്ങനെ ഒരു 4 hours ഡ്രൈവിന് ശേഷം നമ്മൾ ഇന്ത്യാന ഡ്യൂൺസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇന്ത്യാന ഡ്യൂൺസിൽ തന്നെ സ്റ്റേറ്റ് പാർക്കും ഉണ്ട്, നാഷണൽ പാർക്കും ഉണ്ട്. നമ്മളിപ്പോൾ സ്റ്റേറ്റ് പാർക്കിൻ്റെ ഭാഗത്താണ്. അപ്പോൾ ഇവിടെ പേ ചെയ്തിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് പോകാനായിട്ട്. പണ്ട് ഈ ഇന്ത്യാന ഡ്യൂൺസ് നാഷണൽ പാർക്ക് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യാന ഡ്യൂൺസ് ലേക്ക് ഷോർ എന്നായിരുന്നു. പിന്നീട് 2019 അത് ഇന്ത്യാന ഡ്യൂൺസ് നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത്. പിന്നീട് ഈ ഒരു ഇന്ത്യാന ഡ്യൂൺസ് നാഷണൽ പാർക്കിൻ്റെ നടുക്കായിട്ടാണ് ഇന്ത്യാന ഡ്യൂൺസ് സ്റ്റേറ്റ് പാർക്ക് ഉള്ളത്. സ്റ്റേറ്റ് പാർക്കിനും നാഷണൽ പാർക്കിനും പ്രത്യേകം ഫീ ആണുള്ളത്. സ്റ്റേറ്റ് പാർക്കിൻ്റെ ഈസ്റ്റ് സൈഡും വെസ്റ്റ് സൈഡിലുമായിട്ടാണ് നാഷണൽ പാർക്ക് ഉള്ളത്. സ്റ്റേറ്റ് പാർക്ക് ഏതാണ്ട് 2000 ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ പാർക്ക് 13,000 ഏക്കറിലാണുള്ളത്. അങ്ങനെ നമ്മൾ ഇന്ത്യാന ഡ്യൂൺസിൽ എത്തിയിരിക്കുകയാണ്. ഇതിനപ്പുറം ചിക്കാഗോയും ഇവിടെ ഇന്ത്യാനയാണ്. ഇവിടെ ഫുള്ളിങ്ങനെ മണലാണ്. ഇവിടെ ഇങ്ങനെ കണ്ടോ, ഫുൾ മണലും. ഈ ലേക്ക് ഏതായിരുന്നു? ഈ ലേക്കിന്റെ പേര് മിഷിഗൻ ലേക്ക്. ഇവിടെ എല്ലാം ഈ ഡ്യൂൺസ് എന്ന് പറയുമ്പോൾ തന്നെ കുറേ മണലുകളാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് ഓരോ ചെറിയ ചെറിയ കല്ലുകളൊക്കെ കാണാം. ഇവിടെ ഓരോരുത്തരിങ്ങനെ എന്തൊക്കെയോ മണലിൽ നിന്ന് ഓരോ കല്ലുകളൊക്കെ പറക്കിയെടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പിന്നെന്താണ്, നാഷണൽ പാർക്കും ഈ ഒരു സ്റ്റേറ്റ് പാർക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. രണ്ടും ഒരുപോലെ തന്നെയാണ്. രണ്ടിടത്തും ഈ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് തന്നെ ഉള്ള ഈ ബീച്ചും ഒക്കെയാണ്. പിന്നെ ട്രെയിൽസും എല്ലാം ഒരുപോലൊക്കെ തന്നെയാണുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡ്യൂൺസ് ക്രീക്ക് വാട്ടർഷെഡിൻ്റെ മുകളിലാണ്. ഇവിടുന്ന് ഏതാണ്ട് ഈ വെള്ളം എല്ലാം കൂടി നമ്മുടെ ഈ ഒരു ലേക്ക് മിഷിഗനിലേക്കാണ് ചെന്നെത്തുന്നത്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസാണ് മുൻപ് കാണിച്ചത്.
ഇപ്പം നല്ല ചെറുതായിട്ടുള്ളൊരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. വലിയ തണുപ്പ് കുറവെന്നൊന്നും പറയാൻ, പക്ഷേ ഈ ലേക്കിൻ്റെ സൈഡും കൂടെ ആയതുകൊണ്ടെന്ന് തോന്നുന്നു കുറച്ച് തണുപ്പുണ്ട്. തണുപ്പായതുകൊണ്ട് ഇന്ന് ഇച്ചിരി തിരക്കും കുറവുണ്ട്. വിന്റർ കഴിഞ്ഞിട്ട് ഗ്രേറ്റ് ലേക്സ് ഒന്നും ടെമ്പറേച്ചർ വാമായി തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും ലേക്ക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കുറച്ച് കുറവാണ്. അതുകൊണ്ട് നീ എപ്പം ലേക്കിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ സാധാരണ ഉള്ളതിലും കുറച്ചും കൂടി ടെമ്പറേച്ചർ കുറവായിരിക്കും. അതെ, അതുകൊണ്ട് ഇന്ന് ഇത്ര തിരക്കും ഇല്ലാത്തതല്ലേ. അല്ലെങ്കിൽ ഈ വീക്കെൻഡ്സിലൊക്കെ അത്യാവശ്യം തിരക്കാവേണ്ടതാണ് ഇവിടെ. പക്ഷെ ഇന്ന് അത്ര തിരക്കൊന്നുമില്ല ഇവിടെ, തണുപ്പായോണ്ടാണ്. നല്ല മണലിൻ്റെ ഇതായതുകൊണ്ട് നമുക്ക് അധികം അങ്ങോട്ട് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കാണും ഇവിടെ. കാരണം ഈ ഷൂട്ട് ഇങ്ങനെ താന്ന് പോകുമല്ലോ, അപ്പം കാലിന് കുറച്ച് സ്ട്രെയിൻ ആവും കുറേ നടക്കുവാണെങ്കിൽ, ഈ മണലിക്കൂടെ തന്നെ കുറച്ച് നടക്കുമ്പോൾ. എനിക്ക് ഇവിടെ നിന്നൊരു കല്ല് കിട്ടിയതാണ് കേട്ടോ, നോ ഓണർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നു. ആരെ എഴുതിയതാണെന്ന് എന്തോ, കൊള്ളാം. അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു സാൻഡ് ഡ്യൂൺസ് കയറി വേണം നമ്മൾ മുകളിലേക്ക് പോവാൻ. പക്ഷെ അത്ര എളുപ്പമല്ല കേട്ടോ. നോക്കൂ, കുഴിഞ്ഞു കിടക്കുക. നമ്മുടെ നല്ല കാലറി ഇതിലൂടെ ബേൺ ആവുന്നതായിരിക്കും. സാധാ ട്രെയിനിൽ നടക്കുന്ന പോലെ അവിടെ ഒരു ഇത്ര മൈൽ നടക്കുന്ന 100 ഇരട്ടി എഫക്റ്റീവാണ് കേട്ടോ. ഇവിടെ ഇത്ര നടന്നാൽ മതി. ഈശ്വര, കേറുന്നില്ലല്ലോ, താന്നു പോവാ. അയ്യോ, ഞാൻ ഇത്രയും മണൽ കൂനയിലോട്ട് ഇതുവരെ പോയിട്ടില്ല കേട്ടോ, ആദ്യമായിട്ട്. നമ്മള് മറ്റേ മിഷിഗണിലെ ഡ്യൂൺസ് ഏതായിരുന്നു? സിൽവർ ലേക്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും കുഴിയുണ്ടായിരുന്നു അല്ലേ. അവിടെ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നി. പക്ഷെ ഇവിടെ അത്ര ഈസി അല്ല കേട്ടോ. നല്ലോണം നടക്കാൻ താല്പര്യമുള്ളവരും പറ്റുന്നവരും മാത്രം വന്ന് നടക്കാൻ നോക്കുക. അയ്യ, ഇനി എത്ര നമ്മൾ കയറാറുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. അമ്മോ, മിഷിഗൺ ലേക്ക്. ചിക്കാഗോ കാണാം. ഇതാ ചിക്കാഗോ. അവിടെ എന്താ പ്ലാന്റ് എങ്ങാണ്ടാന്ന്, സോറി, അതും ചിക്കാഗോ ഇല്ലേ? അത് ഇത് ചിക്കാഗോ, അത് ചിക്കാഗോ ആയിരുന്നു, ഇത് ചിക്കാഗോ ആണ്. ഈ കായ എവിടെയും കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഐസേജിലെ മെയിനായിട്ടുള്ള കായാണ് ഇത്. ഓ, നമ്മളിപ്പോൾ അത്രയും കയറി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് മൗണ്ട് ടോമിലേക്കാണ്. നല്ലൊരു മൗണ്ട് തന്നെയാണ് കേട്ടോ. അയ്യോ, ഇത് കണ്ടോ, ഇത്രയും ഭാഗമേ ഉള്ളൂ കേട്ടോ ഇവിടെ ഈ മണൽ. ബാക്കി ഈ മരങ്ങളൊക്കെ നിൽക്കുന്നിടം സാധാ മണ്ണൊക്കെ തന്നെയാണ്. ചെറുതായിട്ടൊരു മണലിൻ്റെ അംശം ഉണ്ടെങ്കിലും ഇത്രയില്ല. അങ്ങനെ നമ്മൾ നടന്നതാ കുറച്ചെത്തിയിട്ടുണ്ട്. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ. ഓക്കെ, നമുക്ക് ആ വ്യൂ പോയിന്റ് അങ്ങോട്ട് പോകാം. അവിടെ ഇനി പടി കയറുന്നുണ്ട്. പടിയൊക്കെ കയറുന്ന ഇതിൽ എളുപ്പമാണ്. അവിടെ ആരൊക്കെയുണ്ട്. അങ്ങനെ നമ്മൾ മൗണ്ട് ടോമിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു മിഷിഗൺ ലേക്കിൻ്റെയും പിന്നെ നമ്മൾ മുൻപ് കണ്ടിരുന്ന കുറേ ഇൻഡസ്ട്രീസൊക്കെ കണ്ടില്ലേ, അതിൻ്റെയൊക്കെ കുറേയും കൂടി അടുത്തായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു നമുക്ക് ഇവിടെ നിന്നും കിട്ടുന്നത്. ഇവിടെ എന്താണ് പറയുന്നത് വെച്ചാൽ, ഈ ഒരു ലേക്ക് മിഷിഗൻ്റെ സൈസ് വർഷങ്ങളോളം എടുത്തിട്ട് മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്.
അപ്പം പണ്ടത്തെ ആ ഒരു ഓൾഡസ്റ്റ് ബീച്ചുകളുടെയൊക്കെ ലെവലും ഇപ്പോഴത്തെ ബീച്ചുകളുടെ ലെവലും ഒക്കെയാണ് അവിടെ കാണിക്കുന്നത്. ആ ലേക്ക് മിഷിഗൻ്റെ സൈസിൽ തന്നെ നല്ല മാറ്റം വന്നിട്ടുമുണ്ട്. ഇവിടുത്തെ മറ്റൊരു സംഭവമാണ് ഈ 3 ഡ്യൂൺ ചലഞ്ച് എന്ന് പറയുന്നത്. 3 ഡ്യൂൺസാണുള്ളത്. അങ്ങനെ ആ 3 ഡ്യൂൺസും കവർ ചെയ്യുന്ന രീതിക്കുള്ളൊരു ചലഞ്ചാണത്. ഇപ്പം നമ്മളുള്ളത് ഈ ഒരു മൗണ്ട് ടോമിലാണ് ഇപ്പം നമ്മളുള്ളത്. അതുപോലെ ഓരോ ഡ്യൂൺസും കവർ ചെയ്ത് എത്തുന്നതാണ് ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ആവുന്നത്. അപ്പം സ്റ്റാർട്ടിങ് ആ നേച്ചർ സെൻറ്റർ ഉണ്ട്, അവിടെ ചെന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ ഡ്യൂൺസ് കവർ ചെയ്യാം. ഡ്യൂൺസ് കവർ ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഡ്യൂൺസ് വഴി, അതായത് ഈ മണൽ വഴിയും വരെ, അല്ലെങ്കിൽ അവർ പ്രോപ്പറായിട്ട് സ്റ്റെയർ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്റ്റെയർ വഴി വരുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസി എന്ന് പറയുന്നത്. ഈ ഒരു മൗണ്ട് ടോം മിഷിഗൻ ലേക്കിന് ഏതാണ്ട് 192 അടി മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഏതാണ്ട് 56 മില്യൺ ക്യൂബിക് ഫീറ്റ് സാൻഡ് ഈ ഒരു മൗണ്ട് ടോമിലുണ്ടെന്നാണ് പറയുന്നത്. നാട്ടിലെ പോലെ തന്നെ ഇതാ ഇവിടെ ഈ ബോർഡിലൊക്കെ ആരൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പ്രതീക്ഷിക്കാണ്ട് ഒരു അതിഥി അവിടെ വന്നിരുന്നു കേട്ടോ, ഒരു വൈൽഡ് ടർക്കി. അങ്ങനെ മൗണ്ട് ടോമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് നേരെ താഴേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ആ ഒരു പടി വഴിയാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് എളുപ്പമുണ്ടായിരുന്നു. പടി ഇറങ്ങി താഴെ വന്നപ്പം പിന്നെയുള്ള വഴി ഇതാ ഇങ്ങനെയായിരുന്നു. ഇതെന്ന് പറയുന്നത് മണൽ തന്നെയാണ്, പക്ഷേ നമുക്ക് നടക്കാൻ അത്ര പാടുണ്ടായിരുന്നില്ല. മുന്നേ കയറിയ മണലിനൊക്കെ കുറച്ചും കൂടെ ഈസിയാണ് കേട്ടോ ഇവിടെ നടക്കാനായിട്ട്. മറ്റേത് കുത്തനെ ആയതുകൊണ്ട് കുറച്ച് പാടായിരുന്നു. പക്ഷെ ഇവിടെ വലിയ കുഴപ്പമില്ല നമുക്ക് നടക്കാനായിട്ട്. താഴെ നമുക്ക് കുഴിയായിട്ട് ഇങ്ങനെ കിടക്കും. ഇവിടെ വന്നപ്പോൾ നല്ല ക്ലൈമറ്റ് അല്ലേ, നല്ലൊരു ക്ലൈമറ്റ്, ചെറിയ തണുപ്പും വലിയ ചൂടൊന്നും ഇല്ലാത്തത്. എനിക്കൊന്ന് ഈ സമയത്ത് വരുന്നതെന്ന് തോന്നുന്നു ഇവിടെ നല്ലത്. നല്ല ചൂടാകുമ്പോൾ ഈ മണലിൽ നിന്നുള്ള ചൂടും കൂടെ ആകുമ്പോഴേ കുറച്ച് പാടായിരിക്കും. അങ്ങനെ നടന്ന് നമ്മളൊരു ക്യാമ്പിൻ്റെ സൈഡിലാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് പല രീതിയിലുള്ള ക്യാമ്പിങ് കാണാൻ പറ്റുന്നുണ്ട്. RV വെച്ചിട്ടും അതുപോലെ ടെൻ്റ് അടിച്ചും ഒക്കെ ആൾക്കാർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇവരിങ്ങനെ വന്ന് നിന്ന് കുറച്ച്, ചിലപ്പം 1 വീക്കോ ചിലപ്പോൾ അതിൽ കൂടെ നിൽക്കുന്നവരും കാണും. ഇങ്ങനെ വന്ന് നിന്ന് ക്യാമ്പ് ചെയ്യുന്നവർ കുറേ നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ പോയപ്പോൾ എന്താ വേറൊരാൾ റാക്കൂൺ. ഈ റാക്കൂൺ ഈ കൂടുതലും കഴിക്കുന്നത് ഈ വേസ്റ്റിൽ നിന്നുള്ള ഫുഡൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കാടും കൂടെ ആയതുകൊണ്ട് കൂടുതലായിട്ടും ഈ ഒരു സാധനത്തെ നമുക്ക് ആ പരിസരങ്ങളിലൊക്കെ കാണാനും പറ്റും. ഞാൻ മുന്നേ പറഞ്ഞ പോലെ കണ്ടില്ലേ, ടെൻ്റ് അടിച്ചും അതുപോലെ തന്നെ RVയിലൊക്കെ ആൾക്കാർ നിൽക്കുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെ ബാത്റൂം സൗകര്യങ്ങളും കാണും കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ബീച്ച് ട്രെയിലാണ്. മറ്റേ മൗണ്ട് ടോമിൻ്റെ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇനി നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തോട്ട് നടക്കണം കേട്ടോ. ഇത് ഇത്ര മൈലുണ്ടോ അറിയില്ല, 1 മൈലുള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാം. ഇത് നമ്മുടെ സാധാ ട്രെയിൽ പോലെ തന്നെയാണ് കേട്ടോ, ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ നടന്ന് പോയാൽ മതി. നല്ല കാടൊക്കെ ആയിട്ട് ചെറിയ തണുപ്പും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ജീവികളെയൊക്കെ കാണാൻ പറ്റുമായിരിക്കും നമുക്കിവിടെ പോകുന്ന വഴിക്ക്. ഇതുവരെ നടന്നിട്ട് എങ്ങനെയുണ്ട് ഇന്ത്യ? മണ്ണാലുള്ളിടത്ത് കയറാൻ പാടാണ്. അതെ, ഈ ട്രെയില് കുഴപ്പമില്ല, സിമ്പിൾ. നമ്മൾ നടന്നാണ്ട് ഈ ഒരു ബോർഡ് വാക്കിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. കണ്ടോ മേളിൽ നോക്ക്, അതൊരു കുന്ന് പോലെ ഇങ്ങനെ കിടക്കും. അതുവഴി നമുക്ക് പോകാൻ തോന്നും, പക്ഷെ അവിടെ അടച്ചിട്ടേക്കുക. കണ്ടോ, ബോർഡ് വാക്കൊക്കെ ഉണ്ട്. ഈ ഒരു മല കയറിയിരുന്നെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ടേന്. അവിടെ എനിക്കൊന്ന് റെസ്ട്രിക്ഷനാണ്, എന്തെങ്കിലും ഡേഞ്ചർ ഏരിയ ആയിരിക്കും ചിലപ്പോൾ, അതായിരിക്കും. അങ്ങനെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബീച്ചിൻ്റെ സൈഡിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ആദ്യം വന്ന സമയത്ത് ഇവിടെ ഈ പറഞ്ഞ പോലെ റെസ്ക്യൂവിൻ്റെ ആൾക്കാരോ അല്ലെങ്കിൽ ആളുകളൊക്കെ കുറവായിരുന്നല്ലോ. ഇപ്പം നോക്ക്, ഇപ്പം റെസ്ക്യൂവിനുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അവിടെ ബീച്ചിൽ ഇതുപോലെ തുണിയൊക്കെ വിരിച്ച ആളുകൾ കുറേ ഇരിക്കുന്നു. പിന്നെ റെസ്ക്യൂക്കാരുണ്ടെങ്കിൽ മാത്രമേ സ്വിമ്മിങ്ങിന് ആളുകളെ ഇറക്കത്തുള്ളൂ.
പിന്നെ ഇന്ത്യാന എഴുതിയ ബോർഡിൻ്റെ അടുത്ത് ഞങ്ങൾ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇവിടുത്തെ സ്കൈ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നടന്ന് വന്നപ്പോഴത്തേക്കും വിശപ്പായി. അപ്പം ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫുഡ് വാങ്ങിച്ചിട്ട് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചു. കുറച്ച് ഫുഡേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഇന്ത്യാന ഡ്യൂൺസ് അത്യാവശ്യമൊക്കെ ഒന്ന് കറങ്ങി കണ്ടു. ഇപ്പം ഇവിടെ സമയം 12 മണിയായിട്ടുണ്ട്. പക്ഷെ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ടർക്കി റൺ സ്റ്റേറ്റ് പാർക്കിലേക്കാണ്. അത് ഇവിടുന്ന് ഏതാണ്ട് 2 മണിക്കൂറുണ്ട് ഡ്രൈവ്. അപ്പം അവിടുത്തെ സമയം എന്ന് പറയുന്നത് ഈസ്റ്റേൺ ടൈമാണ്. അതായത് ഇപ്പം അവിടെ 1 മണി ആവാറായി കാണും. ഇവിടെ 12 മണിയാണ്. ഇവിടെ സെൻട്രൽ ടൈമാണ്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇവിടെയൊക്കെ നമുക്ക് സൈഡിൽ സ്റ്റിൽ ഇപ്പോൾ പൂക്കൾ കാണാം. ഈ സ്പ്രിങ്ങിൽ സമയത്താണ് ഈ മരങ്ങളൊക്കെ പൂക്കുക. അപ്പം ഇപ്പോഴും തണുപ്പ് ചെറുതായിട്ടൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ഇതൊക്കെ പൂക്കാനായിട്ട് വൈകിയത്. പോകുന്ന വഴിക്കെല്ലാം നമുക്ക് കാണാമായിരുന്നു. ഈ കാണുന്നത് കണ്ടില്ലേ, ഇതാണ് ട്രെയിലർ. ഇത് ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ RVയുടെ കൂട്ട് തന്നെ. ഇത് നമ്മുടെ വണ്ടിയുടെ പുറകിൽ ഹുക്ക് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ഈ പോകുന്ന വഴിക്കെല്ലാം നമുക്ക് കുറേ കാറ്റാടികൾ കാണാമായിരുന്നു. പിന്നെ കുറേ കൃഷിസ്ഥലങ്ങളും പിന്നെ അവർ ഉപയോഗിക്കുന്ന ഓരോരോ മെഷീൻസും ഒക്കെ നമുക്ക് കാണാൻ പറ്റിയിരുന്നു. ഈ കാണുന്ന മരങ്ങൾ കണ്ടോ, ഇതെല്ലാം ഒരേ ഹൈറ്റിൽ സെയിം ഒരു പ്രത്യേക ഡിസ്റ്റൻസിലാണ് കേട്ടോ ഇത് നട്ടിരിക്കുന്നത്. ഇനി അവരങ്ങനെ നട്ടിരിക്കുന്നതാണോ എന്ന് അറിയില്ല. ഇവിടെ ഇന്ത്യാനയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സും അതുപോലെ തന്നെ ഈ ലാൻഡ് ഓണേഴ്സൊക്കെ ചേർന്നിട്ട് ഈ മരങ്ങൾ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കാറുണ്ട്. കൺസർവേഷൻ പർപ്പസിന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് തടിയായിട്ട് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ വൈൽഡ് ലൈഫിന് വേണ്ടിയിട്ടൊക്കെ. ഇനി അങ്ങനെ വല്ല നട്ട മരങ്ങളാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും എല്ലാം ഒരേ ലെവലിൽ സെയിം ഡിസ്റ്റൻസിലാണ് അത് നട്ട് വെച്ചിരിക്കുന്നത്. കൃഷിയിടങ്ങൾ പോലെ തന്നെ കോമൺ ആയിട്ട് കണ്ടതാണ് കേട്ടോ ഈ പശുക്കളെയൊക്കെ. ഒരുപാട് പശുക്കളെ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റിയിരുന്നു. ചില സ്ഥലങ്ങൾ എനിക്ക് കാണുമ്പം നമ്മുടെ നാടിൻ്റെ കൂട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഈ മരങ്ങളൊക്കെ തിങ്ങി ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ അതുപോലാണ് എനിക്ക് ചില സമയത്ത് തോന്നിയത്. അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് ടർക്കി റൺ സ്റ്റേറ്റ് പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ഈ സ്റ്റേറ്റ് പാർക്കിന് ഉള്ളിലേക്ക് കയറണമെങ്കിൽ നമ്മൾ ഫീ അടയ്ക്കണം. ഫീ എന്ന് പറയുമ്പം ഇന്ത്യാന സ്റ്റേറ്റിലുള്ളവർക്ക് $7, ഇന്ത്യാന സ്റ്റേറ്റിന് പുറത്ത് നിന്ന് വരുന്ന വേറെ സ്റ്റേറ്റുകാർക്ക് $9 ഫീ. ഇനി നമ്മൾ നേരെ പോകുന്നത് നേച്ചർ സെൻറ്ററിൻ്റെ അടുത്തേക്കാണ്. അവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ ഇനി പതുക്കെ നടക്കാൻ തുടങ്ങാം. ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഏതാണ്ട് 3:30 ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ നേച്ചർ സെൻറ്ററിലേക്കാണ് പോയത്. ഈ കാണുന്നത് ഒരു ആൽബിനോ ഡിയറാണ്. അപ്പം ഈ ഡിയറിൻ്റെയൊക്കെ ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ. ഇതിനെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ. ഇതിൻ്റെയൊക്കെ തോലൊക്കെ ഒറിജിനൽ തന്നെയാണ്. അതുപോലെ ടർക്കി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ പല പല മൃഗങ്ങളുടെയും പക്ഷികളുടെയൊക്കെ തോലിൽ ഇങ്ങനെ സ്റ്റഫ് ചെയ്തിട്ട് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. കയോട്ടി ഉണ്ടായിരുന്നു, പിന്നെയും വേറെയും ടർക്കി, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ടർക്കി റൺ സ്റ്റേറ്റ് പാർക്കിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് കേട്ടോ ഈ ടർക്കി റൺ സ്റ്റേറ്റ് പാർക്കിലെ ഓരോ ട്രെയിൽസ്. ആ ട്രെയിൽസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് കുറേ നടക്കാനുള്ള ട്രെയിൽസാണ് കേട്ടോ. പല രീതിയിലുള്ള, അതായത് മോഡറേറ്റ്, അതുപോലെ ഹെവിയും, കുറച്ചും കൂടെ കുറച്ചും കൂടെ പാടുള്ള രീതിക്കും ഒക്കെ ആയിട്ടുള്ള ഒരു ട്രെയിലാണ് നമുക്ക് ഈ ഒരു ടർക്കി റൺ സ്റ്റേറ്റ് പാർക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനത്തെ ട്രെയിലാണ്. നമ്മൾ സാധാരണ പോകുമ്പോൾ ഈ കാണുന്ന റോഡ് പോലെയൊക്കെ വഴികൾ പോലെ നിരപ്പിലുള്ള ട്രെയിലുകളാണ് കൂടുതൽ. പിന്നെ കുറച്ചും കൂടെ സ്ലോപ്പായിട്ടുള്ള ട്രെയിൽസൊക്കെ നമ്മൾ കയറിയിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടെ അത്ര ഹാർഡായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇവിടുത്തെ ട്രെയിൽ എന്ന് പറയുമ്പം ഹാർഡെന്ന് പറയുമ്പം എന്താ ഇപ്പോൾ പറയുക, ഇതിങ്ങനെ
കുറേയും കൂടെ കല്ലുകളും അതുപോലെ തന്നെ ചെളികളും ഒക്കെ ആയിരുന്നു ഈ ഒരു ട്രെയിൽ, ഈ ഒരു ടർക്കി റണ്ണിലെ ട്രെയിലുകളെല്ലാം തന്നെ. ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്ന ഏരിയ ഈ റോക്കി ഹോളോ ഫോൾസ് കാനോൺ നേച്ചർ പ്രിസർവ് ആണ്. ഇതിനകത്ത് ഇപ്പം നമ്മൾ ആദ്യം കയറാൻ പോകുന്നത് ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണ് കേട്ടോ. റോക്കി ഹോളോ സസ്പെൻഷൻ ബ്രിഡ്ജാണിത്. ഇവിടെ ആരും സ്വിമ്മ് ചെയ്യരുതെന്ന് അവർ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. സ്വിമ്മ് ചെയ്യുന്നവർ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടും എന്നും എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആരും ആ ഒരു ഇതൊന്നും ശ്രദ്ധിക്കുന്നൊന്നുമില്ല. ഇഷ്ടംപോലെ ആൾക്കാർ അതിനകത്ത് സ്വിമ്മ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഇതിൽ ആദ്യം കയറുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയൊരു കുലുക്കം മാത്രമേ ഉള്ളൂ. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പം അത് അവിടുന്ന് കുറേ പെൺകുട്ടികൾ ഓടി വരുന്നുണ്ടായിരുന്നു. ആ ഒരു ഓട്ടത്തിൽ നല്ലൊരു കുലുക്കമായിരുന്നു. പിന്നെ എനിക്കതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാനിയോൺസ് പോലത്തുള്ള പാറയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പുറത്തേക്ക് ഇങ്ങനെ തെള്ളി അതുപോലെ തന്നെ നാരോ ആയിട്ടുള്ള വഴികളും ഒക്കെയാണ് ഇടയിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നതും. അപ്പം ഇനി അങ്ങോട്ട് പോകെ നമുക്കത് കാണാൻ പറ്റും. അപ്പം ഈ ഒരു ട്രെയിലിനകത്ത് കുറേ ഇങ്ങനെ ഓരോരോ സ്പോട്ടുകളുണ്ട് കേട്ടോ. അവരുടെ മാപ്പിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഫസ്റ്റ് സ്പോട്ടാണ് ഐസ് ബോക്സ് എന്ന് പറയുന്നത്. ഞങ്ങൾ സെലക്ട് ചെയ്ത ട്രെയിനിൽ. അപ്പം ആ ഒരു ഐസ് ബോക്സ് കാണാനായിട്ടാണ് ഞങ്ങൾ ആദ്യം പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഐസ് ബോക്സ് എന്ന് പറഞ്ഞൊരു സ്പോട്ട്. ഇതിനുള്ളിൽ നമുക്ക് കയറാൻ പറ്റും. കുറച്ച് പാടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങാനൊക്കെ. അപ്പം ചിലവരൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഇറങ്ങാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിയില്ല. മിക്കവരും ഇങ്ങനെ പാറയുടെ മുകളിൽ കയറി ഫോട്ടോ എടുക്കാനും അതിനായിട്ടൊക്കെ ഇങ്ങനെ കയറി നിൽപ്പുണ്ടായിരുന്നു. അത്ര സേഫൊന്നും അല്ല കേട്ടോ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. ലൈക്ക് താഴത്തേക്ക് വെള്ളമാണ്, അവിടെ വീണ് കഴിഞ്ഞാൽ മുങ്ങിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണെന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും അതൊന്നും കേൾക്കാണ്ടാണ് ആളുകൾ അതിൻ്റെ മുകളിലൊക്കെ കയറിയിരിക്കുന്നത്. ഇനി അങ്ങോട്ട് പോകെ നമുക്ക് ഇതുപോലെ കുറേ പാറകൾ കാണാം കേട്ടോ. പല രീതിയിലുള്ള പാറകൾ. അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചെറിയൊരു ഇടവഴി പോലത്തെ അല്ലെങ്കിൽ ഒരു ചെറിയ നാരോ ആയിട്ടുള്ള വഴി പോലെയാണ് ചില സ്ഥലങ്ങളിൽ. ചില സ്ഥലങ്ങളിൽ നല്ല വലിയ പാറക്കെട്ടുകളായിരിക്കും, ഉരുളൻ കല്ലുകൾ പോലെയൊക്കെയുള്ള ഏരിയകളുണ്ട്. അപ്പോൾ അതൊക്കെ താണ്ടിയാണ് നമ്മളിനി ആ ഒരു പഴയ സ്ഥലത്ത് കറങ്ങി എത്തുക എന്നുള്ളത്. അപ്പം ഈ ഒരു ട്രെയിൽ അങ്ങനത്തെ ഒരു ട്രെയിലാണ്. കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ട്രെയിലൊക്കെയാണ്. അപ്പം അതുപോലെ ഇതൊക്കെ താണ്ടി പോകാൻ താല്പര്യമുള്ളവർ ഇതിൽ വരിക എന്നുള്ളതാണ്. അതായത് ഇവിടെ എത്തുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ഇത്രയും നടക്കാനും അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാനും കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർ വരിക. അല്ലെങ്കിൽ ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ട്രെയിലിൽ പോകാനായിട്ടും. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേറ്റ് പാർക്ക് മൊത്തത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയുള്ള ട്രെയിൽസുകളൊക്കെയാണ്. ചില സ്പോട്ടുകളിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റെപ്പൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകാൻ പറ്റുന്നത് അങ്ങനെ പോകാം. അല്ലാണ്ട് കാനിയോൺ പോലത്തെയൊക്കെ അതുപോലെ ഈ റോക്ക് സിറ്റിയൊക്കെ ഫോർമേഷൻസൊക്കെ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ മെയിനായിട്ടും കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ടെറൈനുകളാണ്. ഇതുപോലെ വലിയ മരങ്ങളൊക്കെ പോകുന്ന വഴിക്കൊക്കെ മറിഞ്ഞു വീണ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടിട്ട് കുറച്ച് നാളായെന്ന് തോന്നുന്നു. കാരണം ഉണങ്ങിയൊക്കെ നിൽക്കുകയാണ്. ഉണങ്ങിയിട്ടാണ് കേട്ടോ മിക്ക മരങ്ങളും വീഴാറ്. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ ആളുകളുടെ എണ്ണമൊക്കെ കുറവായിരുന്നു. ഉള്ളിലേക്ക് നടക്കുന്നവരുടെ എണ്ണം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്രീ ആയിട്ട് നമുക്ക് നടക്കാമായിരുന്നു. അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു. കാരണം എല്ലാവർക്കും പറ്റുന്ന ഒരു ടെറൈനൊന്നും അല്ല. പക്ഷെ എന്നാലും ആളുകളുണ്ടായിരുന്നു കേട്ടോ. പ്രായമുള്ളവരൊക്കെ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടായിരുന്നു ഈ ഹൈക്കിങ്ങിന്. ഇപ്പോൾ കുറേ പടികൾ കണ്ടില്ലേ. അപ്പം നമ്മളിനി ആ പടികൾ വഴിയായിരിക്കും തിരിച്ചു വരുന്നത്. അപ്പം അത്രയും കറങ്ങിയിട്ടാണ് നമ്മളിനി തിരിച്ചു വരാൻ പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ ഫസ്റ്റ് പോകുന്നത് ഫോൾസ് കാനിയോൺ എന്ന് പറഞ്ഞൊരു സ്പോട്ടിലേക്കാണ്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ ഈ മാപ്പ് നോക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ ഫോണിലൊന്നും നെറ്റും റേഞ്ചും ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മാപ്പ്, പേപ്പറിലുള്ള മാപ്പ് നോക്കിയിട്ടാണ് നമ്മൾ ഓരോ സ്പോട്ട് കണ്ടുപിടിച്ച് പോകുന്നത്. അപ്പം ഇതാണ് ഫോൾസ് കാനിയോൺ. അപ്പം നമ്മൾ ഫോൾസ് കാനിയോണിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അതാണ് ഈ ഷൂ എത്രത്തോളം. അതാ എനിക്ക് ഷൂവിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം
നല്ല ഹൈക്കിംഗ് ഷൂ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഏരിയയിലൂടെ, അതായത് ഈ ഒരു ടെറൈനിലൂടെയൊക്കെ നമുക്ക് പോകാൻ പറ്റും കുറച്ചും കൂടി ഈസി ആയിട്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ ഷൂ എന്ന് പറഞ്ഞാൽ സാധാ ഒരു വാക്കിംഗ് ഷൂ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയുണ്ടായിരുന്നു തെന്നുമോ, തെന്നി വീഴുമോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വെള്ളം ഉള്ളിൽ കയറുമോ. കാരണം ചെളിയാണല്ലോ ഫുള്ള്. അപ്പം കുറച്ച് തണുപ്പൊക്കെ ഉണ്ട്. അപ്പം ചിലപ്പോൾ വെള്ളം കയറി കഴിഞ്ഞാൽ കാലൊക്കെ നമുക്ക് ചിലപ്പം തണുക്കും. അപ്പോൾ ആ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. മെയിനായിട്ടും തെന്നു എന്നുള്ള പേടിയായിരുന്നു എനിക്ക്. ഷൂ കുറച്ചും കൂടെ നല്ല ഷൂ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് തന്നേനേന്ന് എനിക്ക് തോന്നി. പക്ഷെ പോകെ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതങ്ങ് അഡ്ജസ്റ്റ് ആയി. അപ്പോൾ ആദ്യത്തെ കുറച്ച് ഭാഗം എനിക്ക് കുറച്ചൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഫോൾസ് കാനിയോൺ അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പം ആ ഒരു ഫോൾസ് കാനിയോൺ അത്രയും കടന്ന് താണ്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് സ്റ്റെപ്സ് കാണാം. അപ്പോൾ ഇനി ഈ സ്റ്റെപ്സ് കയറി നമുക്ക് വീണ്ടും മുകളിലേക്ക് പോവാം. ആ ഒരു ഏരിയ ഫുൾ അങ്ങനെ തന്നെ പോകണമെന്നുള്ളവർക്ക് ആ ഒരു താഴെയുള്ള ആ ഒരു വഴിയെ തന്നെ പോവാം. പിന്നെ അല്ലെങ്കിൽ കുറച്ച് സ്റ്റെപ്പ് കയറി വീണ്ടും നമ്മൾ എത്തിപ്പെടുന്നത് ഈ ഒരു ഭാഗത്തേക്ക് തന്നെ ആയിരിക്കും. ഈ ഒരു ഭാഗം കുറച്ച് ശ്രദ്ധിക്കേണ്ട ഏരിയ ആയിരുന്നു കേട്ടോ. ചിലപ്പോൾ നമ്മൾ നിരങ്ങി വീഴാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ നമ്മൾ അതുവഴി നടന്ന് താഴെ എത്തുമ്പോഴേക്കും നമുക്ക് ഒരു ചെറിയൊരു ഫോൾസ് കാണാൻ പറ്റിയിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇനിയാണ് അടുത്ത ടഫസ്റ്റ് പാർട്ട്. ഈ കാണുന്ന ഉരുളൻകല്ല് ഫുള്ള് കയറി നമ്മൾ മുകളിലെത്തണം. പ്രതീക്ഷിച്ച പോലെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പതുക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഓരോ കാലുകൾ വെച്ച് നോക്കണം, കാരണം കല്ല് കുലുങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അങ്ങനെ ശ്രദ്ധിച്ച് കയറിപ്പോയാൽ പ്രശ്നമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ബോൾഡർ കാനിയോൺ. ഫോൾസ് കാനിയോൺ കഴിഞ്ഞു, ഇത് ബോൾഡർ കാനിയോൺ. അങ്ങനെ പതിയെ ശ്രദ്ധിച്ച് ആ കല്ലുകളെല്ലാം താണ്ടി നമ്മൾ മുകളിലെത്തിയിരിക്കുകയാണ്. കല്ല് താണ്ടി വീണ്ടും നമ്മൾ സ്റ്റെപ്പുകൾ കയറി വീണ്ടും വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ സ്റ്റെപ്പ് കയറി പിന്നെ അങ്ങോട്ടുള്ളത് നമ്മുടെ സാധാ ട്രെയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് നടക്കാൻ പറ്റി. ഈ ഒരു ഹൈക്കിങ്ങിൽ കുറച്ചധികം നമുക്ക് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. കുറേ സ്പോട്ടുകളുണ്ടെങ്കിലും അതിനടുത്ത് എത്താനായിട്ട് കുറച്ചധികം നമ്മൾ കടമ്പകൾ കിടന്നിട്ട് വേണം ചെല്ലാനായിട്ട്. അപ്പം നമ്മുടെ ഇനി അടുത്ത സ്പോട്ടെന്ന് പറയുന്നത് ബെയർ ഹോളോ ആണ്. ബെയർ ഹോളോയുടെ അവിടുന്ന് ചെറിയൊരു ലാഡേഴ്സും ഉണ്ട്. അപ്പം അതാണ് നമ്മുടെ ഇനി അടുത്ത സ്പോട്ട്. അപ്പം ബെയർ ഹോളിലേക്ക് പോകുന്ന വഴി ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ ഫോൾസ് കാനിയോണിൽ കണ്ടില്ലേ, അതുപോലത്തെ വഴി തന്നെയാണ് ബെയർ ഹോളിലേക്ക് പോകുന്ന വഴിയും. ഈ പാറകൾ ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന ഈ ഒരു ഭാഗം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഈ മരങ്ങളെല്ലാം ഇങ്ങനെ തിങ്ങി നിൽക്കുമ്പം ആ ഒരു ഗ്രീനറിയും എല്ലാം കൂടി ആയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ നമ്മൾ ബെയർ ഹോളയിൽ എത്തിയിരിക്കുകയാണ്. ഇതൊരു എന്താ പറയുക, ഒരു ചെറിയൊരു കുഴി പോലത്തെ ഒരു സ്ഥലമാണ്. അവിടുന്ന് പിന്നെ മുകളിലേക്ക് ലാഡറുണ്ട്. ഇവിടുന്ന് മേലേക്ക് പോവുകയാണെങ്കിൽ ലാഡറുണ്ട്. അതുപോലെ മറ്റേ ട്രെയിൽ വഴി വരുന്നവർക്ക് താഴേക്കും ഇറങ്ങാം. അപ്പോൾ ഞാനിപ്പം മുകളിലേക്ക് ലാഡർ വഴി മേളിലേക്ക് കയറുവാണ്. പിന്നെ ആ പുള്ളിക്കാരൻ കയറുന്ന ആ ലാഡറും കൂടെ നമുക്ക് കയറണം. അങ്ങനെ ലാഡറൊക്കെ കയറി ഒരു ചെറിയൊരു ട്രെയിലും ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് ആ ട്രെയിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇപ്പം വന്നിരിക്കുന്നത് ആ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ അടിയിലാണ്. ഈ സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് പിന്നെ നമ്മളിനി പോകുന്നത് കോൾ മൈനിലേക്കാണ്. ഇവിടുന്ന് കോൾ മൈനിലേക്ക് കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചെറിയ ട്രെയിലായിരുന്നു അത്. അങ്ങനെ നമ്മൾ കോൾ മൈനിലെത്തി. ഇത് പണ്ട് ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഒരു കോൾ മൈൻ ആയിരുന്നു.
പണ്ട് കോൾ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതിനെ പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽസും പിന്നെ അവിടെ പ്രവർത്തിച്ചിരുന്ന ആ കോൾ മൈനിനെ പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെയാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവർ ഇടയ്ക്ക് വെച്ചിട്ട് ഈ കോളിൻ്റെ ഈ ഒരു എൻട്രി അവർ അടച്ചിരുന്നു. പക്ഷേ ആ അടച്ചിരുന്ന സംഭവം ഈ പറഞ്ഞ പോലെ ബാറ്റ്, അതായത് നമ്മുടെ വവ്വാലുകൾക്ക് കയറാനായിട്ട് ഉള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നീട് അവർ മാറ്റി ഈ ഒരു സ്റ്റീൽ ബാർസ് വെക്കുകയായിരുന്നു ചെയ്തത്. അപ്പം വവ്വാലുകൾക്ക് സുഖമായിട്ട് കയറാനും പറ്റും. അവർക്കുള്ള പറ്റിയൊരു ഹാബിറ്റാറ്റ് ആണല്ലോ ഈ അബാൻഡൻഡ് ആയിട്ടുള്ള ഈ ഇങ്ങനത്തെ കേവുകളൊക്കെ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം നടന്ന് കണ്ടിട്ട് ഇനി തിരിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവാണ്. ഇപ്പം തന്നെ സമയം ഏതാണ്ട് 6 മണി ആയിട്ടുണ്ട്. നമ്മൾ വന്ന ആ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് വഴി തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും അവിടെയുള്ള ആളുകളുടെ എണ്ണമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എല്ലാവരും തിരിച്ചു പോയി കുറേയൊക്കെ. അങ്ങനെ ഇപ്പം ഞങ്ങൾ ട്രെയിലെല്ലാം കഴിഞ്ഞ് നടന്നു കഴിഞ്ഞ് തിരിച്ച് വന്ന വഴി കയറുവാണ് കേട്ടോ. സസ്പെൻഷൻ ബ്രിഡ്ജൊക്കെ കിടന്ന് നമ്മുടെ പാർക്കിങ്ങിൻ്റെ അടുത്തേക്ക് പോവുക. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും അവിടെ ഒരു ചെറിയ കൺസേർട്ട് ഉണ്ടായിരുന്നു. ഇത് ഫ്രീ ആയിട്ടുള്ളൊരു കൺസേർട്ടാണ്. അങ്ങനെ കുറച്ച് നേരം കൺസേർട്ടൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇനി നേരെ വന്നിരിക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. അപ്പ് ദ ക്രീക്ക് എന്നാണ് അതിൻ്റെ പേര്. ഇനി ഫുഡ് കഴിച്ചിട്ട് നേരെ ഹോട്ടലിൽ പോകാമെന്ന് കരുതി. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇനി നേരെ ഹോട്ടലിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ രാത്രി ഒരു 10 മണിയായപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിലെത്തി. ഹലോ, അപ്പോൾ ഞങ്ങൾ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ റൂമിലെത്തിയിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഏതാണ്ട് ഒരു 8 മണി 8:15 ആയി ഇറങ്ങിയപ്പം. അവിടുന്ന് പിന്നെ ഒരു 1.5 മണിക്കൂറോളം ഉണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക്. ഇവിടെ ഇപ്പോൾ ഒരു 10 മണി ആയിട്ടുണ്ട് എത്തിയപ്പം. നല്ല ടയേർഡാണ്, കാരണം ഇത്രയും നടന്ന് ക്ഷീണിച്ച ഒരു ദിവസമാണ്. അപ്പോൾ ഇനി എന്താ, നേരെ പോയി കുളിക്കുക, കിടന്നുറങ്ങുക. ഇനി നാളെ രാവിലെ എഴുന്നേറ്റ് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവുക. അപ്പം നമുക്ക് നാളെ ഇനി ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പം ഞാൻ ചെറുതായിട്ട് വേണമെങ്കിൽ റൂമൊന്ന് കാണിച്ചു തരാം. അപ്പം എന്താ, ഇവിടെ നിന്നാണ് എൻട്രി. ഇവിടെ ആണ് കേട്ടോ ബാത്റൂമിനും അതുപോലെ തന്നെ ഈ ഒരു ക്ലോസറ്റിനും ഒരു സ്ലൈഡിങ് ഡോറാണ് കേട്ടോ വെച്ചേക്കുന്നത്. പിന്നെന്താണ്, പിന്നെ ഇവിടെ ഹാങ്ങിങ്ങിനുള്ള പറ്റിയൊക്കെ ഉള്ള സ്ഥലം, പിന്നെ TV കാര്യങ്ങൾ, പിന്നെ നല്ലൊരു ബെഡ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.